യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് 3 വർഷമായി. ട്രംപ് ഭരണത്തിൽ വന്നിട്ട് 6 മാസവുമായി. പക്ഷേ ഇതുവരെ ട്രംപും പുടിനും തമ്മിൽ നേരിട്ടൊരു മീറ്റിംഗ് നടന്നിട്ടില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല. അതുമാത്രമല്ല, യുദ്ധം അവസാനിക്കണം എന്നുള്ള ട്രംപിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവുമായിരുന്നു, അറിയാലോ, നോബൽ പ്രൈസിന് വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ളൊരു മീറ്റിങ്ങിന് ട്രംപും ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ ഇപ്പോൾ അങ്ങനൊരു മീറ്റിംഗ് നടന്നു അലാസ്കയിൽ വെച്ച്. അതിന് കാരണമായി പറയുന്നത് ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു എന്നാണ്. പക്ഷേ മറ്റ് ചില കോർണേഴ്സിൽ നിന്ന് ഇങ്ങനൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് നേരെ തീരുവ ചുമത്തി സമ്മർദ്ദത്തിലാക്കിയത് കൊണ്ടാണ് പുടിൻ ഇവിടെ ഇറങ്ങിയത് ട്രംപിനെ കാണാൻ വേണ്ടി. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമാധാന ചർച്ചകൾക്കൊന്നും പൊതുവേ പോകാത്ത പുടിൻ ഇങ്ങനെ ഇറങ്ങാറില്ല എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ വൈറ്റ് ഹൗസ്, അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രമായ വൈറ്റ് ഹൗസ് ആണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം നൽകുന്നത്. അവിടുത്തെ മാധ്യമ വക്താവ് കരോളിൻ ലെവിറ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുന്നു, ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ അധിക തീരുവ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ചുമത്തുന്ന ഈ 28-ാം തീയതി മുതൽ അത് നിലവിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. 25% അധിക തീരുവ, അങ്ങനെ മൊത്തം 50% തീരുവ ഇന്ത്യക്കെതിരെ ചുമത്തിയത് വാസ്തവത്തിൽ അതിൻ്റെ സമ്മർദ്ദം ഇന്ത്യക്കാണ് വരേണ്ടതെങ്കിൽ അതിൻ്റെ സമ്മർദ്ദത്തിലായത് വാസ്തവത്തിൽ റഷ്യയാണ്. അതുകൊണ്ടാണ് പുടിൻ അമേരിക്കയിലേക്ക് ട്രംപിൻ്റെ ക്ഷണം സ്വീകരിച്ച് അമേരിക്കയിലേക്ക് വന്ന് ചർച്ച നടത്തിയത് എന്നുള്ളതാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, എന്ത് സാഹചര്യത്തിലാണ് പുടിൻ അമേരിക്കയിലേക്ക് വന്നത്. യുക്രൈനുമായിട്ടുള്ള ഏതാണ്ട് 2014 യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടങ്ങിയത്. പക്ഷേ പൂർണ്ണ തോതിലുള്ള സൈനിക അധിനിവേശം 2022 അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 3 വർഷമായി നിരന്തര യുദ്ധം, 10,000-കണക്കിന് പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു. വലിയ രീതിയിലുള്ള സൈനിക മുന്നേറ്റം രണ്ട് ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒരു ആണവ യുദ്ധത്തിലേക്ക് പോലും വഴി തുറന്നേക്കാം എന്നുള്ളതൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അടിയന്തര നടപടി. പക്ഷേ ഇക്കാര്യത്തിൽ പുടിൻ അമേരിക്കയിലേക്ക് വന്ന് നടത്തിയ ചർച്ചയിൽ ഈ പ്രശ്ന പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഉണ്ടായ ഏറ്റവും സുപ്രധാനമായ റിസൾട്ട്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവ അത് നടപ്പിലാക്കുന്നതിൽ കുറച്ച് താമസമുണ്ടാകും എന്നുള്ള തരത്തിലുള്ള സൂചനകൾ, അല്ലെങ്കിൽ ആ അധിക തീരുവ ചുമത്തുന്നതിൽ നിന്ന് ട്രംപ് പിന്നോക്കം പോയേക്കും എന്ന തരത്തിലുള്ള സൂചനയാണ് ഇപ്പോൾ വരുന്നത്. അക്കാര്യത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്, ഇന്ത്യ, റഷ്യ, ചൈന ബന്ധം വളരെ സുദൃഢമായി നിൽക്കുന്നു. അപ്പോൾ പുടിൻ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇത്തരത്തിൽ കടുംപിടുത്തം തുടർന്നാൽ ഈ 3 രാജ്യങ്ങളും തമ്മിലുള്ള സഖ്യം അതിൻ്റെ തീവ്രരൂപം കാണിക്കും. അതിൻ്റെ വലിയ തിരിച്ചടി അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾക്കുണ്ടാകും. അതിപ്പോൾ യുദ്ധഭീഷണി ആയിരിക്കില്ല പുടിൻ മുഴക്കിയത്. അമേരിക്ക ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ട്രംപ് കാർഡിന് നേരെ തിരിച്ചുള്ള ട്രംപ് കാർഡ്, തുറുപ്പ് ചീട്ട് തന്നെ റഷ്യയും ഇന്ത്യയും ചൈനയും അടങ്ങുന്ന സഖ്യം ഇറക്കും എന്നുള്ള ഭീഷണി കൃത്യമായും ട്രംപിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയി ഒരു സന്ധിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ വാതിൽ ട്രംപായിട്ട് തന്നെ തുറക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ യുദ്ധം, ഉക്രൈനുമായിട്ടുള്ള യുദ്ധം സംബന്ധിച്ച് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയത്, ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയും ഇപ്പോഴായിട്ടില്ല, പക്ഷേ ആ ഒരു ധാരണ ഉണ്ടായിക്കൂടുന്നില്ല. അതിലേക്കുള്ള ചർച്ചകളാണ് ആരംഭിച്ചത്. ഈ പുടിൻ അമേരിക്കയിലേക്ക് വന്നത് മുതൽ ഈ കാര്യത്തിൽ ഈ ആ ഒത്തുതീർപ്പ് ചർച്ചയിലുള്ള മേൽക്കൈ അത് ട്രംപിനല്ല, പുടിനാണ് ഉണ്ടായത്. കാര്യം, പുടിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി നടപ്പിലായി. അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം മുതൽ, അദ്ദേഹം എടുത്ത നിലപാടുകൾക്കുള്ള അംഗീകാരം മുതൽ റഷ്യക്ക് വൻ മേൽക്കൈ ഉണ്ടായെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് മാത്രമല്ല, ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾക്ക് ട്രംപ് ഇനി മോസ്കോയിലേക്ക് പോകണം എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇവിടെ ഏതാണ്ട് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റുമായി റഷ്യൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുന്നത് നേരിട്ട്. അല്ലാതെ തന്നെ ട്രംപും പുടിനും ഫോണിലൂടെ പരസ്പരം ബന്ധപ്പെട്ടെങ്കിലും ഒരു കാരണവശാലും ഈ യുദ്ധം നിർത്തുന്നത്, അല്ലെങ്കിൽ അവിടെ ഇതിന് മുൻപ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായപ്പോഴും ട്രംപ് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അതെ, ഇത്തരത്തിൽ സമാധാന ചർച്ചകൾക്ക് താല്പര്യം മുൻകൈ എടുത്ത് ഇറങ്ങിയതൊക്കെ ട്രംപാണ്. പക്ഷേ ഒരു കാരണവശാലും പുടിൻ ആ കാര്യത്തിലൊന്നും വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. അവരിപ്പോഴും ആവശ്യപ്പെടുന്ന, ഇപ്പോൾ നേരത്തെ കൈവശപ്പെടുത്തിയ ക്രിമിയ അടക്കം മൊത്തം 5 പ്രവിശ്യകൾ റഷ്യക്കൊപ്പം ചേർക്കണമെന്നുള്ളതാണ്. അപ്പോൾ വൈറ്റ് ഹൗസ് ഇടപെട്ട് മുൻകൈ എടുത്ത് ഈ 5 പുതുതായി ആവശ്യം ഉന്നയിക്കുന്ന 4 പ്രവിശ്യകളിൽ 2 റഷ്യക്ക് നൽകിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ്. അങ്ങനെ മൊത്തം 3 പ്രവിശ്യകൾ
റഷ്യക്ക് കൈമാറണം എന്നുള്ള ഒത്തുതീർപ്പ് ഫോർമുലയാണ് വൈറ്റ് ഹൗസ് മുന്നോട്ട് വെച്ചത്. പക്ഷെ അത്തരത്തിലൊരു ധാരണയെക്കുറിച്ച് ഒരു സൂചനയും അല്ലെങ്കിൽ ആ ധാരണ അംഗീകരിച്ച് തരാം എന്നുള്ള ഒരു സൂചനയും റഷ്യ ഇതുവരെ കൊടുത്തിട്ടില്ല. റഷ്യ അതിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. ക്രിമിയ അടക്കം 5 പ്രവിശ്യകൾ അവർക്ക് വേണം. അതോടൊപ്പം തന്നെ ഉക്രൈൻ നാറ്റോ സഖ്യരാഷ്ട്രങ്ങളുമായി സഹകരിക്കുന്നത് പൂർണ്ണമായും നിർത്തണം. അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഉക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രം റഷ്യയുടെ വരുതിയിലാകണം എന്നുള്ള കടുംപിടുത്തം പുടിൻ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അത് വെറും പൊള്ളയാണ് എന്നുള്ളത് തെളിഞ്ഞു. അദ്ദേഹത്തിന് ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയിട്ട് കാര്യമായ ഇടപെടൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ചില സംഗതികൾ അവിടെ ഉണ്ടായി. ഈ പുടിനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് ശേഷം കൃത്യം 48 മണിക്കൂറിനുള്ളിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ഉക്രൈന് അല്ല, പക്ഷെ അങ്ങനെ പൂർണ്ണമായി പറയാൻ പറ്റില്ല. ട്രംപിന് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ യുക്രൈന് ധനസഹായം നൽകുന്നത് നാറ്റോ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ ആയുധ സഹായം നൽകുന്നത് അമേരിക്കയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ യുക്രൈന് പൂർണ്ണമായിട്ടും കീഴടങ്ങേണ്ടി വരും റഷ്യയ്ക്ക് മുമ്പിൽ. അപ്പോൾ ട്രംപിന് അത്തരത്തിൽ സെലൻസ്കിയുടെ മേലൊരു ഭീഷണി അങ്ങനെ അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായിട്ട് അതിൽ നിന്ന് പിൻവാങ്ങാൻ ഒക്കില്ല. കാരണം നാറ്റോ സഖ്യ രാഷ്ട്രങ്ങളിൽ ഒരു അംഗരാജ്യം മാത്രമാണ് അമേരിക്ക. അപ്പോൾ ആ നാറ്റോ എടുത്തൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തുടങ്ങി വെച്ച ഒരു സൈനിക ദൗത്യം, അല്ലെങ്കിൽ ഉക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ നടത്തുന്ന ഈ ശീതയുദ്ധം, അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്ക പിൻവാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ അവർ കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. അവർക്ക് യുക്രൈന് വേണ്ടി ഈ റഷ്യ അടിക്കാനുള്ള സകല ആയുധങ്ങളും പോർവിമാനങ്ങളടക്കം കൊടുത്തുകൊണ്ടിരുന്ന ആ യുദ്ധം സ്പോൺസർ ചെയ്തിരുന്നത് തന്നെ വാസ്തവത്തിൽ അമേരിക്കയാണ്. അപ്പോൾ ഏകപക്ഷീയമായിട്ട് അമേരിക്കയ്ക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനൊക്കെ ഇല്ല. ഇപ്പോഴും സെലൻസ്കിയെ പെട്ടെന്ന് തന്നെ വിളിച്ചു വരുത്തിയ ഒരു ആശ്രിത വത്സരനെ പോലെ സെലൻസ്കി ഓടി അമേരിക്കയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തവണയുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് പരസ്യമായി ആക്ഷേപിച്ചു വിട്ട ആളാണ് സെലൻസ്കി. പക്ഷെ എന്നിട്ട് പോലും ഒരു വിനീത വിധേയനെ പോലെ സെലൻസ്കി അമേരിക്കയിലേക്ക് വരുന്നു. അതുമാത്രമല്ല, ഈ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൃത്യം 48 മണിക്കൂറിനുള്ളിൽ പല യൂറോപ്യൻ നേതാക്കളും യൂറോപ്യൻ രാജ്യ പ്രതിനിധികളും ട്രംപുമായി ആശയവിനിമയം നടത്തുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ഇനി തുടർന്നുകൊണ്ട് പോകാൻ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ സഖ്യരാഷ്ട്രങ്ങൾക്കോ താല്പര്യമില്ല. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. അതുകൊണ്ടാണ് ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തുതീർപ്പ് ധാരണ ഉണ്ടാക്കേണ്ടത് അമേരിക്കയുടെയും സഖ്യരാഷ്ട്രങ്ങളുടെ ആവശ്യമാണ്. കാരണം ഈ പറയുന്ന പോലെ 3 വർഷമായി നിരന്തരമായി നടക്കുന്ന യുദ്ധത്തിൽ സൈനിക ശേഷിയും അതേപോലെ സമ്പത്തും നഷ്ടമായിരിക്കുന്ന ഏറെക്കുറെ ഉക്രൈൻ്റെയാണ്, അല്ലെങ്കിൽ അവരെ സ്പോൺസർ ചെയ്യുന്ന അമേരിക്കയുടെയും സഖ്യരാഷ്ട്രങ്ങളുടെയാണ്. അപ്പോൾ അമേരിക്ക ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. അവർ ഈ കൊട്ടിഘോഷിക്കുന്ന മേനി നടിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അമേരിക്കയിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവരുടെ ഡോളറിന് ഇപ്പോൾ കാര്യമായ വെല്ലുവിളി മറ്റ് പൊതുവിപണിയിൽ നിന്നൊക്കെ നേരിടുന്ന ഒരു സാഹചര്യം. അതിൻ്റെ ഒരു ഹാലിളക്കത്തിലാണ് ട്രംപ് ഈ വ്യാപാര യുദ്ധമായിട്ടൊക്കെ നടക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ യുദ്ധം തുടർന്നുകൊണ്ട് പോകുന്നത് അമേരിക്കയ്ക്ക് ഇനിയും വലിയ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സൈനികമായിട്ടുള്ള തിരിച്ചടികൾക്ക് കാരണമാണ്. അതുകൊണ്ടാണ് അവർ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി നിർബന്ധിതമാകുന്ന സാഹചര്യം. പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കാൻ പുടിൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് വന്നേക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി ഇവിടെ അടിവരയിട്ട് പറയണം. പുടിൻ അമേരിക്കയിലേക്ക് പോരുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടും നരേന്ദ്രമോദിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. വൈറ്റ് ഹൗസ് ഇപ്പോൾ പറയുന്നു ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ നികുതി, അതിൻ്റെ സമ്മർദ്ദം വാസ്തവത്തിലുണ്ടായത് റഷ്യക്കാണെന്ന്. അതായത് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന 1ാമത്തെ രാജ്യം ചൈനയാണ്, 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയെ തൊട്ടപ്പോൾ പൊള്ളിയത് റഷ്യക്കാണ് എന്നാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്.